പ്ലീസ്, ഈശ്വരനോർത്ത് പോലീസിൽ അറിയിക്കരുത്. ഞാൻ പിഴച്ചവളാണ്, സമ്മതിച്ചു. സമാധാനമായോ? ഇനി മറ്റെന്തെങ്കിലും കൂടി വിനുവിന് അറിയണോ? ഞാൻ എന്തുകൊണ്ടാണ് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നതെന്ന് വിനു ചോദിക്കാത്ത എന്താ? അതിന്റെ ആവശ്യം വിനുവിനില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് വിനു അതറിയണം. ശ്രീദേവിയുടെ പൂർവ്വകാല ചരിത്രത്തെ പറ്റി എനിക്ക് കേൾക്കണമെന്നില്ല. അതെന്തു തന്നെ ആയാലും ഞാൻ അവളെ വിവാഹം കഴിച്ചോളാം. പിന്നെ അവളുടെ 2 സഹോദരിമാരെയും ഞാൻ വിവാഹം കഴിപ്പിച്ചയക്കാം. പിന്നെ ഇവിടെ നല്ലൊരു വീടും വെച്ചു തരാം. കൃഷ്ണപിള്ളച്ചേട്ടൻ ഇനി എന്താണ് ആലോചിക്കുന്നത്? എന്റെ മോളോടല്ലാതെ അച്ഛന് വേറെ ആരോടും പറയാനില്ല. പുര നിറഞ്ഞു നിൽക്കുന്ന നിന്റെ അനുജത്തിമാരുടെ ഭാവിയെങ്കിലും എന്റെ മോൾ ഓർക്കണം. ഇവരിങ്ങനെ നിൽക്കുമ്പോ ഞാൻ മരിച്ചാലും എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല മോളെ. ഞാൻ മോളുടെ കാല് പിടിക്കാം. എന്റെ മോളൊന്നും മൂളിയാണ് ഈ കുടുംബം രക്ഷപ്പെടും. ഒന്നുമില്ലെങ്കിലും നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായല്ലോ. ഈശ്വരനെ കരുതി ഞങ്ങളെ രക്ഷിക്കും. രോഗിയായ അച്ഛന് നിങ്ങളെ കല്യാണം കഴിച്ചയക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല മോളെ. സ്വന്തം അച്ഛൻ കാലിൽ വീണ് യാചിച്ചപ്പോൾ, സ്വന്തം അനുജത്തിമാരുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അർദ്ധപട്ടിണിയിലായിരുന്ന കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്യായിരുന്നു. ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സുഖത്തിനും കെൽപ്പില്ലാത്തൊരു പുരുഷനെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടതെന്ന് വിവാഹത്തിന് മുൻപേ ഞാൻ അറിഞ്ഞിരുന്നു. ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയും ഭർത്താവില്ലാതെ ഗർഭിണിയായി എന്ന അപമാനം വരുത്തിവെച്ച ഞാൻ എന്ത് ചെയ്യണം? വിനുവിനെ കൊല്ലണമെങ്കിൽ കൊന്നോളൂ. പക്ഷെ ദയവീതി വിവരം പോലീസിൽ അറിയിക്കരുത്. ആ ഡോക്ടർ അത്ര ക്രൂരനാണ്. എന്താ ശ്രീദേവി പറയുന്നത്? വിനു ജയിലിൽ പോയത് ശരിയാണ്. പക്ഷെ ഗർഭിണിയായിരുന്ന ഞാൻ പ്രസവിക്കുന്നവരെ അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണെന്ന് വിനുവിനറിയാമോ? വിനുവിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നില്ല. ഞാൻ നൊന്ത് പ്രസവിച്ചു. കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി രഹസ്യമായി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട നേഴ്സ് ലീലാമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചു. നമ്മുടെ കുഞ്ഞിന്ന് ഡോക്ടറുടെ കയ്യിലാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഈ സംഭവം പോലീസിൽ അറിയിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ അയാൾ കൊന്നു കളയും. പ്ലീസ്, എന്റെ മോളെ രക്ഷിക്കൂ. ഞാൻ പറഞ്ഞ പോലെ അല്ലാതെ യാതൊരു കാരണവശാലും വാക്കുകൾ മാറരുത്. അവർ മറിച്ചും തിരിച്ചും എല്ലാം ചോദിക്കും. മനസ്സിലായോ? എനിക്ക് പേടിയാവുന്നു. ധൈര്യമായിട്ടിരിക്കെ. തൽക്കാലം ഇത് ആത്മഹത്യ തന്നെയാ. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം.
മിസ്സസ് വർമ്മ അല്ലേ? ഇരിക്കൂ. നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടത്? രാവിലെ എഴുന്നേറ്റപ്പോ. സാധാരണ മിസ്റ്റർ വർമ്മ പരസഹായമില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാറുണ്ടോ? എന്റെ ഓർമ്മയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് വളരെ ബുദ്ധിമുട്ടായി പോയതുകൊണ്ട് പിന്നീട് ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇന്നലെ രാത്രി നിങ്ങൾ എപ്പോഴാ കിടന്നത്? ന്യൂ ഇയർ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഗസ്റ്റായി ഡോക്ടർ തോമസ് കുര്യൻ ഉണ്ടായിരുന്നു. ആഹാരം കഴിഞ്ഞ് 1 മണിയോടെ അദ്ദേഹം പോയി. ഒട്ടും താമസിക്കാതെ ഞങ്ങൾ കിടക്കുകയും ചെയ്തു. ഇന്നലെ പ്രത്യേകിച്ച് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഞാൻ പിൽസ് കൊടുക്കുകയും ചെയ്തു. എന്ത് പിൽസ്? നോവാൽജിൻ. ഉറങ്ങാൻ കിടന്നപ്പോ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പാല് കുടിച്ചു. ഉറക്കത്തിൽ ശബ്ദമൊന്നും കേട്ടില്ലേ? പുറത്ത് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. പടക്കത്തിന്റെ ശബ്ദം കേട്ടിരുന്നു. നേരം വെളുത്തപ്പോഴാണ് ഞാൻ ശരി, നിങ്ങളെപ്പം റിലാക്സ് ചെയ്യും. എന്താണോ തന്റെ പേര്? രായപ്പൻ. എന്തു പറ്റി? എപ്പോഴും കുളിരാ സാറേ. കുളിരൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. എങ്ങനെയാണോ മാറ്റുന്നത്? നീ എത്ര കാലമായി ഇവിടെ പണിയെടുക്കുന്നു? 5-6 കൊല്ലമായി. കൃത്യമായിട്ട് അറിയില്ല. അറിയാം, 6 കൊല്ലമായി. ശമ്പളമൊക്കെ കൃത്യമായി തരാറുണ്ടോ? തരാറുണ്ടോന്ന് ചോദിച്ചാ ഞാൻ കൃത്യമായി വാങ്ങിക്കാറുണ്ട്. ഇന്നലെ ആരൊക്കെ വന്നടാ ഇവിടെ? പകൽ ആരും വന്നില്ല. പ്രത്യേകിച്ച് രാത്രി ഡോക്ടർ സാർ ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നു ഇവിടെ. ഡോക്ടർ പോയതിനു ശേഷം നീ എന്തിനാ മുകളിലേക്ക് പോയത്? ഞാൻ വെറുതെ പോയില്ല. വരണ്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ പോയില്ല. ആര്? വർമ്മ സാറ്. രാവിലെ കൊച്ചമ്മയുടെ കരച്ചില് കേട്ടാ ഞാൻ എഴുന്നേറ്റത്. നിന്നെ കണ്ട ഒരു കള്ളന്റെ ലക്ഷണം ഉണ്ടല്ലോടാ. ഞാൻ കൊച്ചിലേ മുതൽ ഇങ്ങനെയാ. അയ്യോ, നീ ഇന്നലെ എത്ര മണിക്ക് ഉറങ്ങി? 12 മണി ആയി കാണും. വേറെ ഒരു ശബ്ദവും കേട്ടില്ലേ? ഇല്ല. കൊച്ചമ്മയും സാറും തമ്മിലുള്ള സംസാരം ഒന്നും ഇല്ല അമ്മ. എന്നെ നീ വയ്ക്കോ. നിങ്ങൾ ആരാ? ഞാനിവിടുത്തെ മാനേജരാ. പേര്? ജഗദീഷ്. നിങ്ങൾ എവിടുന്ന് വരുന്നു? എനിക്കിവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഇന്നലെ എപ്പോഴാ പോയത്? മിനിയാന്ന് പോയതാ. നാട്ടിൽ പോകാൻ 2 ദിവസത്തെ ലീവ് വാങ്ങി. നല്ല സുഖമില്ലാത്തോണ്ട് പോയില്ല. ഇന്ന് പോകാമെന്ന് കരുതി. ഇന്നലെ ഇവിടെ വരാൻ പറ്റിയില്ല. വന്നെന്ന് രാജപ്പൻ പറഞ്ഞല്ലോ. ഇല്ല സർ, ഇന്നലെ മുഴുവൻ ഞാൻ കിടപ്പിലായിരുന്നു. എനിക്കൊന്ന് മാഡത്തിനെ കാണണമായിരുന്നു. ഐ എം ഡോക്ടർ തോമസ് കുര്യൻ. ബോഡി കൊണ്ടുപോയി? ഇല്ല. ഇന്നലെ രാത്രി ഏകദേശം 1 മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ വർമ്മ വളരെ സന്തോഷത്തോടെയാണ് യാത്ര പറഞ്ഞത്. ഐ കാൻ ബിലീവ് ഇറ്റ്. എനിക്ക് ഡെഡ് ബോഡി ഒന്ന് കാണണം. എന്തായി? കഴിഞ്ഞു സാർ. പുറത്ത് വെയിറ്റ് ചെയ്യും സാർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഇന്നലത്തെ സംസാരത്തിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ 10 വർഷത്തെ സ്നേഹബന്ധമാണ്. പക്ഷെ ഇന്നലെ കുഞ്ഞുങ്ങളില്ല എന്നുള്ള ദുഃഖമൊഴിച്ചാൽ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ഡോണ്ട് മിസ്റ്റേക്ക് മീ. എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് തരണം. ഓഫ് കോഴ്സ്. വൈ നോട്ട്? താങ്ക് യു. ജഗദീഷ് എപ്പോ ഒന്ന്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞു? ആ അഗസ്റ്റ് 3 പറഞ്ഞതാ. ഇത് എങ്ങനെ സംഭവിച്ചു?
എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു. ഞാനിപ്പോ കൊണ്ടുവരാം, പ്ലീസ്. ആത്മഹത്യ തന്നെയല്ലേ? ഞാൻ പോകുന്നു. കുട്ടിയെ സ്കൂളിൽ വിടണം. അതിനടുത്തുള്ള ശ്മശാന ഓർമ്മ വേണം. ഉം? വിനു, വിനു, എടാ ഇത് കണ്ടോ? വർമ്മ മുതലാളി ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രിയാണല്ലോ സംഭവം. എടാ, നീ ഇന്നലെ എത്ര മണിക്കാ മടങ്ങി വന്നത്? ഞാനിപ്പം ലേറ്റായി. സത്യം പറ, അവിടെ എന്താ നടന്നത്? എന്ത്? നിനക്കൊന്നും അറിയില്ലേ? എന്തറിയില്ലെന്ന്? നീ ഇന്നലെ എവിടെയായിരുന്നു? എടാ, നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? പോലീസ് അന്വേഷിച്ചു വരുമെന്ന് അറിയാനാ. ആ, ഞാനല്ല വന്നത്. പിന്നെ ആരാ? അയാൾ ആത്മഹത്യ ചെയ്താണെന്ന് നീ പേപ്പറിൽ വായിച്ചില്ലേ?